ഞാൻ കൂടെ വരാം. വഴിയിൽ വെച്ച് എന്തേലും വേഷം കെട്ട് കാണിച്ച ഞാൻ വഴിയിൽ ഇറക്കി വിടും. പിന്നെ പിന്നെ ഈ കൈയും കൂടി ചവിട്ടി ഓടിക്കും. നിന്നൊക്കെ നന്നായിട്ട് അറിയാവുന്നോണ്ടാ പറയുന്നേ. നിങ്ങളിങ്ങനെ ഭ്രാന്ത് പിടിച്ച് വണ്ടി ഓടിച്ചാ പിന്നെ ബാക്കിയുള്ളവരെന്ത് ചെയ്യാനാ? നിന്നോട് ഇങ്ങനെ പറഞ്ഞാ ശരിയാവില്ല. നിന്റെ വണ്ടി എവിടെ? ഈ പെണ്ണുപിള്ള എവിടെ പോണു? അപ്പോഴേ പെണ്ണുപിള്ളേ, നിങ്ങൾ കാല് താഴ്ത്തി മര്യാദക്കൊന്ന് നിന്നേ. ഈ പെങ്കൊച്ചിനോട് ആവശ്യമില്ലാതെ ഉടക്കാനം കാണാൻ പോയിട്ടുണ്ടെങ്കിലേ വിവരം അറിയും. നിങ്ങൾ വന്ന സ്പീഡ് ഞങ്ങൾ കണ്ട്. ആ സ്പീഡിൽ വന്ന് ഇടിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും ജീവനോട് നിൽക്കുന്നല്ലോ, അത് തന്നെ നിങ്ങളുടെ ഭാഗ്യം. മുത്തശ്ശി, കൈ വേദനിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. എടി മോളെ, നമ്മുടെ ഷൂട്ടിംഗുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് വണ്ടിയും കൊണ്ടുവരാൻ പറ. എന്റെ പൊന്നുമോളെ, മോള് വെക്കും. ഇവരഹങ്കാരം കാണിക്കുന്നതിന് മോൾ എന്ത് തെറ്റ് ചെയ്തു? മുത്തശ്ശി, അവരെ ആരെയും വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് കൈ വേദനിച്ചിട്ട് വയ്യ. കൈ വിട്ടുപോകുന്ന പോലെ തോന്നുക. എടോ, ഇവിടെ എവിടെയെങ്കിലും ഒരു വണ്ടി കിട്ടുമോ എന്റെ മോളെ ആശുപത്രി കൊണ്ടുപോകാൻ? അതെ, ഇവിടെ വണ്ടിക്ക് സ്റ്റാൻഡ് ഒന്നുമില്ല. ഏതെങ്കിലും വണ്ടി ഇതുവഴി പോയാ പിടിച്ചു നിർത്താവുന്നുള്ള, അല്ലാതെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും ഒരു വണ്ടി വരുമ്പോ കൊണ്ടുപോയാൽ മതിയെന്നേ. അഹങ്കാരം കാണിച്ചതല്ലേ, കുറച്ചൊന്ന് അനുഭവിക്കട്ടെ. ചേട്ടാ, അടുത്തുള്ള വീട്ടിൽ എവിടെയെല്ലാം വണ്ടി ഉണ്ടാവോ? എന്റെ പൊന്നുമോളെ, ഇല്ലാന്ന് പറഞ്ഞില്ലേ? അതുമല്ല, ഇവരുടെ കാര്യത്തിൽ മോൾ എന്തിനു താല്പര്യം കാണിക്കുന്നത്? അവരെങ്ങനെയാന്ന് വെച്ചപ്പോ പോട്ടെ. അങ്ങനെയല്ലല്ലോ ചേട്ടാ. അതെ, സ്കൂട്ടറിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാം. അതൊന്നും വേണ്ട. നിന്റെ വണ്ടിയിലെ എന്റെ മോൾ എന്തിനാ കയറുന്നേ? അവളുടെ സ്റ്റാറ്റസ് അതാണോ? എന്നാ പിന്നെ സ്റ്റാറ്റസ് ഉള്ള വണ്ടി കയറിയാ മതി. മുത്തശ്ശി, ഒന്നും മിണ്ടാതിരുന്ന്. എന്റെ വേദന എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ കൂടെ വരാം. വഴിയിൽ വെച്ച് എന്തേലും വേഷം കെട്ട് കാണിച്ച ഞാൻ വഴിയിൽ ഇറക്കി വിടും. പിന്നെ ഈ കൈയും കൂടി ചവിട്ടി ഓടിക്കും. നിന്നൊക്കെ നന്നായിട്ട് അറിയാവുന്നോണ്ടാ പറയുന്നേ. ഞാനൊരു കുഴപ്പം ഉണ്ടാക്കില്ല. ശരി. അതെ സുകുമാരമ്മേ, നിങ്ങൾ 3 പേരും ആരാ എന്താന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ തിരുമേനിയും ഈ പെൺകുട്ടിയും നിങ്ങൾ എത്ര കാലമായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിന്റെ മഹത്വം കണ്ടോ? അത് തിരിച്ചറിയാനുള്ള ബോധം പോലും നിങ്ങൾക്കില്ലെങ്കിൽ എന്തിനാ ഈ പ്രായത്തിൽ ഇങ്ങനെ ജീവിക്കുന്നേ? ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് വാ മോളെ. ഈ പ്രായത്തിലുള്ള മുത്തശ്ശിമാരെ മക്കളെ നന്നാക്കാൻ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ മക്കളെയും ചീത്തയാക്കി അവരെക്കാളും ചീത്തയാവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരൊറ്റ മുത്തശ്ശിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് നിങ്ങളാ. നിന്നെ ഞാൻ എടുത്തോളാടാ. അങ്ങ് വെള്ളയാളി വന്നാ മതി. കാണിച്ചു തരാം നിന്നെ. വെള്ളായണി അവന്റെ. എന്റെ കൊച്ചിന് എന്ത് പറ്റിയോ എന്തോ. എന്റെ അമ്മേ, അയ്യോ. സത്യം പറഞ്ഞ ചന്ദ്രുവിന്റെ കയ്യില് ഇങ്ങനെ കുറെ അനുഭവങ്ങൾ സ്റ്റോക്ക് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അതെന്താ? ഹേയ്, സത്യത്തില് ഞാൻ കരുതിയത് കണിമംഗലം കാരണവന്മാരെന്നൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടല്ലോ, സംസാരിക്കാതെ ആവശ്യമില്ലാത്ത ഗൗരവമൊക്കെ മുഖത്ത് വരുത്തി. പക്ഷേ ചന്ദ്രു ഈസ് ഡിഫറെന്റ്. താങ്ക് യു സാറാ. സത്യം പറഞ്ഞ ഞാനിപ്പോ സാറയോട് പറഞ്ഞ കഥയില്ലേ, മുമ്പൊരിക്കൽ ഞാൻ ഉർവശിയോട് പറഞ്ഞു.
പക്ഷേ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോ ഒരു റിയാക്ഷനും ഇല്ല. വൈ? അവൾക്കത് മനസ്സിലാവണ്ടേ? അതിനുള്ള ബോധം വേണ്ടേ? ഇതിപ്പോ സാറയോട് എനിക്ക് പറയാം. എന്റെ അതേ വേവ് ലെങ്ത് തന്നെയാ തനിക്കും. താങ്ക് യു. ഇതിപ്പോ ചന്ദ്രുന്റെ കഥകൾ പറയുന്നു, ഞാൻ എന്റെ കഥകൾ പറയുന്നു. കുറച്ചുനാള് കഴിയുമ്പോ എല്ലാം നമ്മുടെ കഥകളാവില്ലേ? അല്ലേ? സാറയ്ക്ക് ഉറപ്പില്ലേ? ഷുവർ. എന്റെ കാര്യം ഉറപ്പാണ്. ചന്ദ്രു വാക്കൊന്നും തെറ്റിക്കാതിരുന്നാ മതി. എന്റെ വാക്ക് തെറ്റില്ല, ഒരിക്കലും തെറ്റില്ല. വാ. എന്റെ കെട്ടുതാലി അറുത്തിട്ട് അവൾ ഇവിടുന്ന് പോവും. പക്ഷേ അതിനവളെ അനുവദിക്കാൻ പാടില്ല. അവൾ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, മോളെ സൂക്ഷിച്ച്. നോക്കട്ടെ. അയ്യോ, കൈ കൂടുതൽ അനക്കാനൊന്നും പാടില്ല. പ്ലാസ്റ്ററിങ്ങിന് എന്തെങ്കിലും സംഭവിച്ചാ രണ്ടാമത് ഇടേണ്ടി വരും. പിന്നെ ഈ മരുന്നൊക്കെ കഴിക്കേണ്ട ക്രമമൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് കഴിക്കണം. പ്രിയങ്കയ്ക്ക് അപകടം പറ്റിയപ്പോ നിനക്ക് മനസ്സിന് സന്തോഷമായി കാണും അല്ലേടി? വഴിവക്കിൽ ഒരു ചെറിയ മരത്തിന് പോലും ഒന്ന് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ. പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയതല്ലേ? എന്നെ ദൈവം കാത്തതുകൊണ്ട് ഞാൻ മരിച്ചില്ല. പക്ഷെ അതിന്റെ ചെറിയൊരു ശിക്ഷ നിങ്ങൾക്ക് കിട്ടി. എന്റെ മുത്തശ്ശി എന്ത് ചെയ്യുമ്പോഴും ഇവളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നു എന്നാണല്ലോ പറയുന്നത്. സത്യത്തിൽ ഇവളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപദേശിച്ച് ഇവളെ വിടരുത്. ഇവൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് ഇവള് നല്ല പെൺകുട്ടിയാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ അവര് ചോദിക്കും, ആരാ മോളെ ഇങ്ങനെ വളർത്തിയതെന്ന്.